അടുത്ത IME-CET ഒരു ചോദ്യമാണ്. The maximum number of equivalence relations on the set A equal to set 1, 2, 3 are. ഓക്കെ, അപ്പൊ നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റിലെ മാക്സിമം ഇക്വലൻസ് റിലേഷനുകൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇക്വലൻസ് ആകണമെങ്കിൽ നമുക്കറിയണം റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, ഇത് മൂന്നും നിർബന്ധമായിട്ടും ആയിട്ടുണ്ടാകണം. സോ അതിൽ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് വേണം? 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ എല്ലാ ഇക്വലൻസ് റിലേഷനിലും നിർബന്ധമായിട്ടും ഇത്രയും ആൾക്കാർ വേണം. ഇത് മാത്രം കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു ഇക്വലൻസ് റിലേഷൻ ആക്കാൻ പറ്റും. സോ അത് ഒരെണ്ണമായി. ഇനി രണ്ടാമത്തെ ഒരെണ്ണം നോക്കാം. 1, 1, 2, 2, 3, 3. ഇത് എന്തായാലും നിർബന്ധമായിട്ടും വേണം. സപ്പോസ് 1, 2 എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആര് വേണം മക്കളെ? 2, 1 വേണം. സിമെട്രിക് ആവണമെങ്കിൽ 2, 1 വേണം. ഇനി ട്രാൻസിറ്റീവ് ആകോ നോക്കിക്കേ. 1, 2, 2, 1 ഉണ്ട്, 1, 1 ഉണ്ട്, 2, 1, 1, 2 ഉണ്ട്, 2, 2 ഉണ്ട്. സോ ട്രാൻസിറ്റീവുമാണ്. സോ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി അടുത്തത് നോക്കിക്കേറാ. 1, 1, 2, 2, 3, 3. അത് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഇനി സപ്പോസ് 1, 2 പകരം 2, 3 ആണ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആര് വേണം മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 3, 2 വേണം അല്ലേ? അപ്പൊ എന്തായടാ? ഇക്വലൻസ് റിലേഷൻ ആയി. ഇനി ഇതുപോലെ 1, 1, 2, 2, 3, 3. ഇനി നമുക്ക് ഇതിന് പകരം 2, 3ക്ക് പകരം 1, 3 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ 1, 2, 2, 1, 2, 3, 3, 2, 1, 3. ഇനി അടുത്ത ആരായിരിക്കും മക്കളെ? 1, 3 ഉണ്ടെങ്കിൽ ആര് വേണം? 3, 1 വേണം. ഓക്കെ, അപ്പൊ ഇതും എന്തായടാ? ഇക്വലൻസ് റിലേഷൻ ആയി. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് 4 ഇക്വലൻസ് റിലേഷൻ വന്നു. സോ എന്തായാലും 5 ആയിരിക്കും ഉത്തരം വരുന്നത് നമുക്കറിയാം. അഞ്ചാമത്തെ ആൾ ആരാന്നും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് 1, 1 അറിയാം. ഓക്കെ, 2, 2 അറിയാം, 3, 3 അറിയാം. ഓക്കെ, ഇനി 1, 2ഉം സപ്പോസ് ഇനി ഒരാളും കൂടെ, നമ്മളിവിടെ ഒരാളെ മാത്രം വെച്ചാണ് നോക്കിയാൽ നമുക്ക് 1, 2ഉം 2, 3യും കൂടെ നോക്കാം. ഓക്കെ, 1, 2ഉം 2, 3. 1, 2 ഉള്ളതുകൊണ്ട് ആര് വേണോടാ? 1, 2 ഉള്ളതുകൊണ്ട് 2, 1 വേണം. ഓക്കെ, 2, 3 ഉള്ളതുകൊണ്ട് ആര് വേണം? 3, 2 വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കടാ. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. 1, 2ഉം 2, 3 ഉള്ളതുകൊണ്ട് ആര് വേണം? 1, 3 വേണം. 1, 3 ഉണ്ടെങ്കിൽ ആര് വേണം? 3, 1 വേണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ട്രാൻസിറ്റീവ് എല്ലാം ആവുന്നുണ്ട്. ഇവിടുത്തെ എലമെന്റ്സ് ഒന്ന് തന്നെ നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 3 ആണ് N of A എന്ന് പറയുന്നത്. സോ N of A cross A എന്തായിരിക്കും വരുന്നത്? 9 ആയിരിക്കും വരുന്നത്. ഇവിടെ തന്നെ 9 എലമെന്റ്സ് ഉണ്ട്. സോ ഇത് എന്തായിട്ട് മാറി? A cross A ആയി. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കിയറിയാം 1, 2, 3, 4, 5. 5 ഇക്വലൻസ് റിലേഷൻ ആണ് വരുന്നത്. സോ നമ്മളുടെ മാക്സിമം നമ്പർ ഓഫ് ഇക്വലൻസ് റിലേഷൻ എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്.